ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ദേവമംഗലത്തേക്ക് മിത്ര പുതിയ രൂപത്തിൽ ഭാവത്തിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ്. അപ്പം മിത്രയെ കാണുമ്പോൾ നമ്മുടെ മീനുവിനും ഒരുപാട് സന്തോഷമാവുകയാണ്. മീനുവിൻ്റെ അടുത്തേക്ക് ചെന്ന് മിത്ര ഉമ്മയൊക്കെ കൊടുക്കാണ്. ഇത് എന്തിനാണെന്നറിയാമോ മീനു ചേച്ചിക്ക് എന്ന് ചോദിക്കുക. അപ്പം മീനു പറയും, എനിക്കറിയില്ല, നീ തന്നെ പറ എന്ന് പറയുമ്പോൾ മീനു പറയും, അതെ, എനിക്ക് ഷൂസൊക്കെ മേടിച്ച് തന്ന് എൻ്റെ പ്രാക്ടീസ് മുടങ്ങാതെ എന്നെ സഹായിച്ചതാരാ? മീനു ചേച്ചിയാ. അതുകൊണ്ടൊക്കെ കൂടിയാ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചത്. ഞാനായിരുന്നു അവിടെ എല്ലാത്തിനും ഫസ്റ്റ് എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ മീനുവിനും ഒരുപാട് സന്തോഷമാവുകയാണ്. മീനു ചേച്ചി ഓഫീസിൽ പോകാൻ തുടങ്ങുവാണോ എന്ന് ചോദിക്കും. അതെ, നിന്നെ കണ്ടതുകൊണ്ട് ഞാൻ നിന്നതാ. ഇനിയിപ്പം നമുക്ക് വൈകിട്ട് സംസാരിക്കാം എന്ന് പറയുമ്പോഴത്തേക്കും പറയും, അതുപോലെ അതെ, നമുക്ക് ദേവിയടുത്തേ പോയി കാണാം, മീനു ചേച്ചി കൂടി വാ എന്നും പറഞ്ഞ് മീനുവിനെയും കൂട്ടിക്കൊണ്ട് രണ്ടുപേരൂടെ ദേവിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പം ദേവി ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പം നമ്മുടെ മിത്ര ഓടി ചെല്ലുക. എന്നിട്ട് പറയും, ഏടത്തിയോടൊക്കെ ഞാൻ പിണക്കുക, ഏടത്തിയോട് മാത്രമല്ല മീനു ചേച്ചിയോട് മിണ്ടരുതെന്ന് ഞാൻ കരുതിയത് എന്ന് പറയും. എൻ്റെ രണ്ട് ഏടത്തിമാരുവേ കണക്ക എന്ന് പറയാം. അത് കേൾക്കുമ്പം നമ്മുടെ മീനു ചോദിക്കും, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ എത്ര തവണ ഇങ്ങോട്ട് വിളിച്ചു, നിങ്ങളാരും എൻ്റെ ഫോൺ കോളുകൾ വല്ലതും അറ്റൻഡ് ചെയ്തോ? നിങ്ങൾക്ക് ആർക്കും എന്നെ മിസ് ചെയ്തില്ല, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആർക്കും എന്നോടൊരു സ്നേഹവും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി എന്ന് മിത്ര പറയണം. എൻ്റെ കുഞ്ഞാവയ്ക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ, ഇനി ഞാൻ എൻ്റെ കുഞ്ഞാവയോടെ കൂട്ടുള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ ദേവിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പം പെട്ടെന്ന് മിത്ര അങ്ങനെ പറഞ്ഞ് കേൾക്കുന്ന ദേവി വളരെ വിഷമത്തോടു കൂടി കണ്ണൊക്കെ നിറഞ്ഞ് വല്ലാത്തൊരു ഭാവത്തിലേക്ക് വരുന്ന കാണുന്ന മീനുവിന് പേടിയാവുകയാണ്. പെട്ടെന്ന് മിത്രയെ കൂട്ടിക്കൊണ്ട് മീനു പുറത്തേക്ക് പോവുക. എന്താ ചേച്ചി, എന്താ പറ്റിയത്? ഞാൻ ദേവിയടുത്തോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ചേച്ചി എന്തിനാ എന്നെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്ന് പറയാം. ഇതേ സമയം നമ്മുടെ ദേവി വീണ്ടും കുഞ്ഞിൻ്റെ ഓർമ്മയിൽ ഇരുന്ന് കരയാണ് കേട്ടോ. അത് മിത്രേ, നീ ദേവിയടുത്തോട് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് പറയാം. ചേച്ചി എന്താ ഈ പറയുന്നേ? കുഞ്ഞിൻ്റെ കാര്യം ചോദിക്കാതെ പിന്നെ ഞാൻ എന്താ ദേവിയടുത്തോട് ചോദിക്കേണ്ടത്? നമ്മുടെ കുഞ്ഞാവയോട് സംസാരിക്കേണ്ട എനിക്ക് എന്ന് പറയണം. അത് ആ കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെട്ടു മോളെ എന്ന് മീനു പറയാം. ഇത് കേൾക്കുന്ന മിത്രയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മീനു ചേച്ചി എന്തൊക്കെ ഈ പറയുന്നേ? കുഞ്ഞിനെ നഷ്ടപ്പെടുകയോ? എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുക. അപ്പം നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മിത്രയോട് മീനു ചുരുക്കി പറയാണ്. ഇത് കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ മിത്ര അവിടെ നിൽക്കുക. ഈശ്വര, ഇതൊന്നും അറിയാതെ ദേവി അടുത്തോട് ഞാൻ പോയി കുഞ്ഞിൻ്റെ കാര്യം സംസാരിച്ചല്ലോ. എടത്തിക്ക് എന്തുമാത്രം സങ്കടം വന്നു കാണും. പാവം എടത്തി. ആ അലോക്, അവനെ വെറുതെ വിട്ടോ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന്? അവൻ ഈ മഹാപാപമൊക്കെ എവിടെ കൊണ്ടുപോയി തീർക്കും എന്ന് പറഞ്ഞ് നമ്മുടെ മിത്രയ്ക്ക് അങ്ങ് ദേഷ്യം വരിക. എന്നിട്ട് ദേവിയുടെ അടുത്ത് ചെല്ലുകയാണ്. ഏടത്തി, എന്നോട് ക്ഷമിക്കേടത്തി, ഞാൻ അറിഞ്ഞില്ല എന്നും പറഞ്ഞ് സങ്കടപ്പെടുക. അത് കാണുമ്പം ദേവി പറയും, ഏയ് സാരമില്ല, നിനക്കറിയാതെയല്ലേ നീ എന്നോട് പറഞ്ഞത്? നീ പറഞ്ഞാലും ഇല്ലെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ ഓർമ്മകൾ ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് പോകില്ല എന്ന് പറയണം കേട്ടോ. ഞാൻ മരിക്കുവോളും ഒരു നൊമ്പരമായി ആ കുഞ്ഞ് എൻ്റെ ഉള്ളിനുള്ളിൽ എന്നും ഉണ്ടാവും എന്നും പറഞ്ഞ് ദേവി കരയണ. ഇത് കാണുന്ന മീനു പറയും, ഏടത്തി ഇങ്ങനെ വീണ്ടും വീണ്ടും അത് തന്നെ ഓർത്ത് കരയല്ലേ എന്ന് പറയണേട്ടോ. അതേസമയം മീനുവിനോട് നമ്മുടെ മിത്ര ചോദിക്കും, ഇത്രയൊക്കെ ഇവിടെ സംഭവിച്ചിട്ട് എന്നെ എന്താ നിങ്ങൾ ആരും അറിയിക്കാതിരുന്നത്? എല്ലാം ഉള്ളിലൊതുക്കി എല്ലാവരും സ്വയം ഉരുകിയല്ലേ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോൾ മീനു പറയും, നിന്നെ കൂടി എന്തിനാ വെറുതെ വിഷമിപ്പിക്കുന്നതെന്ന് കരുതിയാ? നീ അവിടെ ട്രെയിനിങ്ങിനായിട്ട് പോയതല്ലേ? ഇതിൻ്റെ പേരിൽ നിന്റെ സ്വപ്നം നഷ്ടപ്പെട്ടാലോ? അതുകൊണ്ടാണ് നീ വിളിച്ചപ്പം ഫോൺ എടുക്കാതിരുന്നത്. ഇവിടെ ആകെ പ്രശ്നങ്ങളായിരുന്നു. നിന്നോട് ഞാൻ എന്താ പറയുക എന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ മിത്ര പറയും, എൻ്റെ ജോലി സ്വപ്നം അതിക്കാലൊക്കെ വലുതല്ലേ മീനുവച്ചി? എനിക്ക് ഈ വീട്, ഇവിടെയുള്ള ആളുകൾ, ഇവിടെ ഒരാൾക്ക് ഇത്രയേറെ വേദന തിന്നുമ്പം ഞാൻ മാത്രം ഇതൊന്നും അറിയാതെ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിത്രയ്ക്ക് ആകെ കുറ്റബോധവും സങ്കടവും ഒക്കെ തോന്നുക. നീ എന്തിനാ അതിന് സങ്കടപ്പെടുന്നത്? ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. ഇനി നമ്മുടെ ദേവിയെടുത്തിയെ പഴയ പടിയാക്കാൻ നീയും എൻ്റെ കൂടെ നിന്നാ മതി എന്ന് മീനു പറയണം കേട്ടോ. മീനു എന്നിട്ട് യാത്ര പറഞ്ഞ് ഓഫീസിലേക്ക് പോവാണ് കേട്ടോ. മിത്ര റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പം ആര്യനോട് ചോദിക്കും, ഇത്രയൊക്കെ ഇവിടെ സംഭവിച്ചിട്ട് ആര്യ നിനക്ക് പോലും എന്നെ വിളിച്ച് കാര്യങ്ങളൊന്നും പറയാൻ തോന്നിയില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ എങ്ങനെയാ നിന്നോട് ഇതൊക്കെ പറയുക? ഇതൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരു നിമിഷം നീ അവിടെ ട്രെയിനിങ് സെൻറ്ററിൽ നിൽക്കുകയല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടതാ. അതുകൊണ്ടാണ് ഞാൻ നിന്നോടൊന്നും പറയാതിരുന്നത്. എങ്കിലും ആര്യ, നമ്മുടെ ഏടത്തിയും ഏട്ടനും ഇത്രയും കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പം ഞാനും കൂടി ഇവിടെയല്ലേ വേണ്ടിയിരുന്നത് എന്ന് ചോദിക്കും. ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നീ ഇവിടെ ഉണ്ടായാലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഏടത്തിയും ഏട്ടനും വല്ലാത്തൊരു തകർന്ന അവസ്ഥയിലായിരുന്നു. എല്ലാവരും, നമ്മുടെ കുടുംബം മുഴുവനും. അതിൻ്റെ ഇടയിലേക്ക് നീയും കൂടി വെറുതെ വന്ന് മനസ്സ് വേദനിപ്പിക്കാമെന്നല്ലാതെ ഒരു നേട്ടവും അതുകൊണ്ടില്ല എന്ന് ആര്യനപ്പം പറയണം. മഹാപാപി അലോക്, അവൻ ഈ പാപമൊക്കെ എവിടെ കൊണ്ട് തീർക്കും?
ആലോകിനെ നിങ്ങൾ എന്നിട്ട് വെറുതെ വിട്ടോ? ഇത്രയും വലിയ പാപം ചെയ്ത അവൻ ആ കൃഷ്ണമംഗലത്ത് സമാധാനത്തോടെ ഇരിക്കല്ലേ? എനിക്കിത് അവനോട് എന്തായാലും ചോദിക്കണം. ഞാൻ അവിടെ പോയി അവൻ്റെ 2 പൊട്ടിച്ചിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞ മിത്രയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി കൃഷ്ണമംഗലത്തേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആര്യൻ അവളെ തടയും. മിത്ര, നീ ആവശ്യമില്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. അവനുള്ളത് ഞാനും ആകാശേട്ടനും കൂടി എടുപ്പത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ കൈ കാലും പൊങ്ങാൻ കഴിയാതെ എവിടെയെങ്കിലും മൂലയ്ക്ക് കിടക്കുന്നുണ്ടായിരിക്കും അവൻ. നമ്മുടെ ഏടത്തെയും ഏട്ടനെയും ഇത്രയേറെ വേദനിപ്പിച്ച അവനെ ഞങ്ങൾ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. നീ പോയി അടി കൊടുക്കാനുള്ള സ്ഥലമൊന്നും അവന്റെ ശരീരത്തിലില്ല. അതുമാത്രമല്ല, ഇപ്പം അവിടെ കയറി ഒരു പ്രശ്നത്തിന് നീ നിൽക്കണ്ട എന്ന് പറഞ്ഞ് മിത്രയെ പിന്തിരിപ്പിക്കാണ് കേട്ടോ നമ്മുടെ ആര്യൻ. ഇതേ സമയം ഓഫീസിലെത്തി കഴിയുമ്പം മീനുവിനെ കാണാനായിട്ട് അച്യുതൻ അവിടേക്ക് വരികയാണ്. ട്രഷറിയുടെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് കേട്ടോ. അപ്പം അച്യുതനെ കാണുമ്പോൾ തന്നെ നമ്മുടെ മീനുവിന് നല്ല ദേഷ്യം വരികയാണ്. അപ്പം മീനു ഒന്നും പറയുന്നില്ല. അയാൾ കയറി വന്നിട്ട് പറയും, കൃഷിഭൂമിയാണെന്നും പറഞ്ഞ് ഞാൻ കോടിക്കണക്കിന് കാശ് മുടക്കി പണിത എൻ്റെ ക്രഷറി യൂണിറ്റ് അവിടെ നിന്നെടുത്ത് കളയുന്നേ എനിക്കൊന്ന് കാണണം. അതവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും എന്ന് പറയണം. കൃഷിഭൂമിയിലാണ് നിങ്ങളുടെ ക്രഷറി പണിത് വെച്ചിരിക്കുന്നത്. അതവിടുന്ന് നീക്കം ചെയ്യണമെന്ന് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ അതവിടുന്ന് നീക്കം ചെയ്യുക തന്നെ വേണം. അതിനുള്ള സാങ്ഷൻ ലെറ്റർ ഞാൻ എന്തായാലും സൈൻ ചെയ്ത് തരത്തില്ല. അതൊന്നും നടത്തിക്കുന്ന എനിക്കും കാണണം എന്ന് മീനു അച്യുതനെ വെല്ലുവിളിക്കുകയാണ് കേട്ടോ. അപ്പൊ അച്യുതൻ പറയും, നിനക്ക് ഈ കസേര ഉണ്ടെങ്കിലല്ലേ ഒപ്പിട്ട് തരാൻ നിനക്ക് കഴിയുള്ളൂ. അതിനി അധികം ആയുസില്ലടി. നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ കൃഷ്ണമംഗലത്ത് ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മൂടിക്കെട്ടി കൊണ്ടുപോകാനുള്ളതല്ല. അത് അവിടെ തന്നെ കാലാകാലം കാണും എന്ന് പറയണം കേട്ടോ. എന്നിട്ട് അച്യുതൻ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവുക. ഇതേ സമയം നമ്മുടെ മീനുവിന് നല്ല ദേഷ്യം വരികയാണ്. ഇയാളെയൊക്കെ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല എന്ന് നമ്മുടെ മീനും തീരുമാനിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ബാലനാണെങ്കിൽ ഡീലറെയൊക്കെ കണ്ടിട്ട് നേരെ കടയിലേക്കാണ് ചെല്ലുന്നത്. കുറേ ദിവസങ്ങൾ കൂടി കടയിൽ ബാലനെ കാണുമ്പം നമ്മുടെ രാമേട്ടന് ഒരുപാട് സന്തോഷം തോന്നുക. അപ്പം രാമേട്ടൻ പറയും, ബാല, നീ എപ്പോഴെങ്കിലും കടയിലേക്ക് വരാൻ നിനക്ക് തോന്നിയല്ലോ? എത്ര ദിവസമായിടാ നീ വീട്ടിൽ തന്നെ കുത്തിയിരിപ്പ് തുടങ്ങിയിട്ട്? വീട്ടിൽ ഇങ്ങനെ ഇരുന്നാൽ നിന്റെ സങ്കടം കൂടുവല്ലേ ഉള്ളൂ. നിനക്ക് ആ പേരക്കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, അത് വിധിയാ. അതിൻ്റെ സങ്കടം ആനന്ദനും ദേവിമോക്കും ഒക്കെ ഉണ്ടാവും, ദേവമംഗലത്ത് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ അത് ഓർത്ത് നിങ്ങളെല്ലാവരും സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മുന്നോട്ട് എങ്ങനെ ജീവിക്കും? നീയില്ലാതെ ഈ കടയിലെ കാര്യങ്ങളൊക്കെ ആകെ താളം തെറ്റുക എന്ന് പറയണം. മര്യാദയ്ക്ക് ഇനി മുതൽ നീ എന്നും കടയിൽ വന്നോണം എന്ന് പറയാം. അല്ല ബാല, നീ എന്താ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് അപ്പം ബാലനോട് ചോദിക്കും കേട്ടോ. ബാലനെ കുറച്ച് ഫോട്ടോയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് അനുമോളെ കല്യാണം കഴിച്ചു വിട്ടാലോ എന്ന് ആലോചിക്കുക രാമേട്ട. അവൾക്ക് പ്രായമൊക്കെ ആയല്ലോ. കുറച്ച് പയ്യന്മാരുടെ ഫോട്ടോകളാ ബ്രോക്കറെ കണ്ടപ്പം എനിക്ക് തന്നതാ. അവൾക്ക് പറ്റിയതാണെന്നാ പറഞ്ഞേ എന്ന് പറയണേ. ഇതിരിക്കുന്ന രാമേട്ടൻ ചോദിക്കും, നമ്മുടെ അനുമോളെ നീ എന്താ ഇത്ര പെട്ടെന്ന് കെട്ടിച്ചു വിടുന്നത്? നീയല്ലേ ഇന്നാൾ എന്നോട് പറഞ്ഞത് നിനക്ക് അവളെ IAS ആക്കണമെന്ന്? നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാ, നിന്റെ ആഗ്രഹം പോലെ അവളെ IAS ആക്കിയിട്ട് മാത്രമേ അവളെ കെട്ടിച്ചു വിടുകയുള്ളെന്ന്. പെട്ടെന്ന് എന്ത് പറ്റി ഒരു കല്യാണാലോചന എന്ന് പറയണം. അവൾക്ക് കല്യാണപ്രായമൊക്കെ ആയല്ലോ രാമേട്ട, ഇപ്പം തന്നെ അങ്ങ് നടത്തി വിട്ടേക്കാം. പിന്നെ പഠിത്തം അത് കല്യാണത്തിന് ശേഷവും പഠിക്കാലോ എന്ന് പറയാം. ഇത് കേൾക്കുമ്പം രാമേട്ടൻ പറയും, ബാല, പെൺകുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് വേണ്ടത് നല്ല വിദ്യാഭ്യാസമാണെന്ന് എപ്പോഴും പറയുന്നത് നീ തന്നെ എന്താ ഇങ്ങനൊരു തീരുമാനം പെട്ടെന്നെടുത്തത്? ഇപ്പം ദേവിമോൾക്ക് ഈ സംഭവിച്ച ദുരന്തം ഓർത്തിട്ടാണോ അനുവിൻ്റെ കല്യാണം നടത്താം എന്ന് നീ വിചാരിക്കുന്നത്? നീ എന്തൊക്കെയാ ബാല ഈ ചെയ്തോ കൂട്ടുന്നത് എന്ന് ചോദിക്കാം. രാമേട്ട, ഇത് ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. അവൾക്ക് കല്യാണപ്രായമൊക്കെ ആയല്ലോ. അവൾക്ക് നല്ലൊരു പയ്യനെ വന്നു കഴിഞ്ഞാൽ വിവാഹം നടത്താമെന്ന എൻ്റെയും ഗോമതിയുടെയും തീരുമാനം. എന്നും കരുതി എടുപിടിയെന്നൊന്നും കല്യാണം നടത്തില്ല. ആലോചനകൾ വരട്ടെ. അവൾക്ക് യോജിച്ച പയ്യനാണെന്ന് എനിക്ക് 100% ഉറപ്പ് വന്നാൽ മാത്രമേ ഞാനൊരു വിവാഹമായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അതുമാത്രമല്ല, അയാളിൽ നിന്നും അവളെ മുന്നോട്ട് പഠിപ്പിക്കാം എന്നുള്ള ഉറപ്പും ഞാൻ മേടിച്ചിരിക്കും എന്ന് പറയണം. ഇനിയിപ്പം എല്ലാം നീ തീരുമാനിച്ച സ്ഥിതിക്ക് നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയാം. അപ്പോൾ ബാലൻ രാമേട്ടനോടും പറയും, രാമേട്ടൻ്റെ പരിചയത്തിൽ നല്ല ചെറുക്കന്മാരുണ്ടെങ്കിൽ എന്നോട് പറയണം, നമുക്ക് അനുമോളുടെ പറ്റിയ ആളാണെങ്കിൽ ആലോചിക്കാം എന്ന് പറയണം. അത് കേൾക്കുമ്പോൾ രാമേട്ടൻ പറയും, ഞാനൊന്ന് നോക്കട്ടെ, എൻ്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ അറിയിക്കാടാ എന്ന് പറയണം കേട്ടോ. ഒന്നും കഴിക്കാതെ മിത്ര റൂമിലേക്ക് കയറി പോയതുകൊണ്ട് തന്നെ ഗോമതി വന്ന് മിത്രയെ വിളിക്കുക. എന്നിട്ട് പറയും, വന്ന പടി വിശന്നിരിക്കാതെ വന്ന് വല്ലതും കഴിച്ചേ എന്ന് പറയണം കേട്ടോ. അങ്ങനെ ആര്യനെയും മിത്രയും നിർബന്ധിച്ച് ഗോമതി ആഹാരമൊക്കെ കഴിപ്പിക്കുക. ഇതേസമയം ദേവി ഇന്നും ആഹാരമൊന്നും കഴിക്കാതെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോമതി അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയും, ദേവി മോളെ, നീ ഇങ്ങനെ സങ്കടപ്പെട്ട് എപ്പോഴും ഇരിക്കാതെ പുറത്തേക്കൊക്കെ ഇറങ്ങി എല്ലാവരുമായിട്ടൊന്ന് ഇടപഴകാനൊക്കെ ശ്രമിക്കുക, സംസാരിക്കുക. ഇപ്പം മിത്രയും ഉണ്ടല്ലോ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ആഹാരം കഴിച്ച ശേഷം
നമ്മുടെ മിത്രയും ദേവിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഗോമതിയും മിത്രയും കൂടി ചേർന്നാണ് ദേവിയെ ആഹാരമൊക്കെ കഴിപ്പിക്കുന്നത്. മിത്രയാണെങ്കിൽ ദേവിയെ തനിച്ചാക്കാതെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ദേവിക്ക് ഒരു ഒറ്റപ്പെടൽ എന്നൊക്കെ ഒരു മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി എന്നെ അറിയിക്കുക.